നമസ്കാരം. ഈ നാളുകളിൽ വിശ്വാസ സമൂഹത്തിൻ്റെയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെയും അവസ്ഥയെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേകമായ ആവശ്യം അല്ല, അത്യാവശ്യം പൂർവാധികമായ ശക്തിയോടെ പതിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വചനത്തെ നാം പുനഃപരിശോധിക്കുകയും അതിൻ്റെ ആഴങ്ങളോട് അല്ലെങ്കിൽ അതിൽ വാക്കുകളുടെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളോട് കൂടുതൽ വ്യക്തമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെ ആദ്യകാലം മുതൽ അറിഞ്ഞിരുന്നത് പുസ്തകത്തിൻ്റെ ആളുകൾ, പീപ്പിൾ ഓഫ് ദ ബുക്ക്. കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വചനത്തെ കേന്ദ്രീകൃതമായിരുന്നു. യേശു ജീവിക്കുന്ന വചനവും വേദപുസ്തകം ലിഖിതമായ വചനവും ഇത് തമ്മിൽ ഉള്ള പൊരുത്തമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊർജ്ജസ്വലതയുടെയും ഫലപുഷ്ടിയുടെയും രഹസ്യം എന്നത് ആദ്യകാലം മുതൽ തിരിച്ചറിവുള്ള ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ ഒരു അറിവിൽ കാലം മുന്നോട്ട് പോയപ്പോൾ മാന്യത സംഭവിച്ചു. അതിലുണ്ടായിരുന്ന ആത്മീയമായ ആവേശം മങ്ങിപ്പോയി. ദൂതൻ എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത് പോലെ, നിൻ്റെ ആദ്യ സ്നേഹം നിന്നെ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വേദപുസ്തകത്തിൻ്റെ വാക്കുകൾ അതുപോലെ നമുക്ക് ലഭ്യമെങ്കിലും, അതുപോലെ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും, വാക്കുകളുടെ ആത്മാവിനെ വേണ്ടതുപോലെ തിരിച്ചറിയുവാനും അനുഭവിപ്പാനും കഴിയാത്തൊരവസ്ഥയിൽ നാം ആയിത്തീരുകയും തൽഫലമായി ഈ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ സ്പർശിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ അർത്ഥം പകരാതെ, അത് നമുക്ക് ബാഹ്യമായ കടമകളുടെ ഒരു മേഖലയായി അത് ചുരുങ്ങിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുക എന്നത് ഒരു കടമയാണെങ്കിലും വേദപുസ്തകത്തിൻ്റെ ആശയങ്ങളെ, ആത്മീയമായ അച്ചടക്കത്തെ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളെ ജീവിതത്തിൽ സഫലീകരിക്കുക, ജീവിതത്തിൽ പിന്തുടരുക, അതിൻ്റെ ഗുണഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നത് നമ്മുടെ അടിസ്ഥാന ആണ് എന്നുള്ള തിരിച്ചറിവ് കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ നാം ഈ കാലങ്ങളിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കേണ്ടത് വചനത്തെ, അതായത് യേശുവിൻ്റെ പഠിപ്പീരുകളെ ഒന്നുകൂടെ പരിശോധിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ആത്മീയമായ ദർശനം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ വ്യക്തമായി തീരത്തക്കവണ്ണം ഈ വീഡിയോയിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ, ചില അറിവുകൾ, ചില ഉൾക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ 4 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. യേശു പറഞ്ഞത്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി പിടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ
സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ വളരെ പ്രത്യക്ഷമായ ഒരു ആശയത്തോടെ നമ്മുടെ ഈ അന്വേഷണം ആരംഭിക്കാം. ഈ ഭാഗത്ത് ഏറ്റവും പ്രകടമായ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഈ വാക്കുകളിൽ ഏറ്റവും പ്രകടമായി പൊന്തി നിൽക്കുന്ന അറിവ്, യേശുവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ഇതിനു മുൻപ് പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വിശ്വാസ ജീവിതം ഒരു ബന്ധത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. വ്യക്തികളും യേശുവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ വ്യക്തികളും ദൈവവും യേശുവിൽ കൂടെ അനുഭവിക്കുന്ന ബന്ധം, അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ നട്ടെല്ല് എന്ന് നാം കരുതേണ്ടത്. എന്നാൽ ഈ ഒരു ബന്ധത്തെ പറ്റി വേണ്ടതുപോലെയുള്ള ധാരണയോ അത് അർഹിക്കുന്ന പ്രാധാന്യം കൽപ്പിക്കുവാനുള്ള മനസ്സോ ഇല്ലാതെ ചില ആചാരങ്ങളിൽ മാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒതുക്കി നിർത്തുന്ന സമീപനം, അത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ ലോകത്തിന് ലഭിച്ച നൂതനമായ ആത്മീയ ദർശനത്തെ പരിപൂർണമായി നിരാകരിക്കുന്നതാണ് എന്ന് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് തിരിച്ചറിയുവാൻ ആവശ്യമുണ്ട്, കടമയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം അല്പം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാവ്യാത്മകമായി സിംബോളിക് ലാംഗ്വേജ്, പ്രതീകാത്മകമായി യേശു പറയുന്നത്, ഒരു മുന്തിരിവള്ളി അത് അതിൻ്റെ വളർച്ചയുടെ ഭാഗമായി അതിൻ്റെ അനേക ശിഖരങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പ്രകൃതിയിലെ മുന്തിരിവള്ളി അതിന് പുറപ്പെടുവിക്കാവുന്ന ശിഖരങ്ങൾക്ക് അതിരുണ്ട്. എന്നാലും ഒരു മുന്തിരിവള്ളിയുടെ അസ്തിത്വം നാം പരിശോധിക്കുമ്പോൾ അതൊരു മുന്തിരിവള്ളിയായി തീരുന്നത്, ഒന്നായിരുന്നത് അതിനോട് ബന്ധമുള്ള അതിൻ്റെ തന്നെ ബാഹ്യപ്രകടനമായ അനേകത്തിലേക്ക് വളരുമ്പോഴാണ്. ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൽ എല്ലാം ഒന്നാണ്. ദൈവം എന്ന സങ്കല്പത്തിൽ യാതൊരു വിധത്തിലുള്ള വിരോധാഭാസം അല്ലെങ്കിൽ കോൺട്രഡിക്ഷനില്ല. കാരണം ദൈവം ഒന്നാണ്. നിത്യതയുടെ പശ്ചാത്തലത്തിൽ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളുമില്ല, എല്ലാം ഒന്നാണ്. ദൈവം എന്ന യാഥാർത്ഥ്യത്തിൽ എല്ലാം ഒന്നായിത്തീരുന്നു. എന്നാൽ കാലത്തിൻ്റെ ആ ഒരു തട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഒന്നായിരുന്നത് അതിൻ്റെ തന്നെ പ്രകടനമായ, അതിൻ്റെ തന്നെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന അനേകത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയോട് എപ്രകാരം ബന്ധമുണ്ടോ അതുപോലെയുള്ള ഒരു ബന്ധം, ഒരു ജൈവബന്ധം. ജൈവബന്ധം നാം ഇവിടെ പറയുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റതിലേക്കും മറ്റതിൽ നിന്ന് ഒന്നിലേക്കും നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, മുന്തിരിവള്ളിയിലും വള്ളിയിൽ നിന്ന് കൊമ്പിലേക്കും കൊമ്പിൽ നിന്ന് മുന്തിരിവള്ളിയിലേക്കും അതിൻ്റെ ജീവൻ്റെ ജലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, സാപ്പ്. ആ ഒരു ബന്ധം, പാരസ്പര്യതയുടെ ബന്ധം ജീവൻ്റെ മർമ്മമാണ്. എന്നാൽ ഇതിന് മറ്റൊരു സാധ്യതയുണ്ട് എന്ന് യേശു പറയുന്നുണ്ട്. ഈ കൊമ്പുകൾക്ക് ഒന്നിൽ മുന്തിരിവള്ളിയിൽ വസിക്കാം, അല്ലെങ്കിൽ ഈ കൊമ്പുകൾക്ക് അവരുടേതായ വഴിക്ക് പോകാം. അതായത് എപ്രകാരം ഒരു മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പുകൾ മുറിച്ച് മാറ്റപ്പെടുന്നുവോ അതിൻ്റെ ഫലമായി
അങ്ങനെ മാറ്റപ്പെടുന്ന അവസ്ഥയെ നാം ഇംഗ്ലീഷിൽ അതിന് ഓട്ടോണമി എന്ന് പറയും. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, ഞാൻ എന്നിൽ തന്നെ മതിയായവനാണ്. ഐ ആം സെൽഫ് കണ്ടെയ്ൻഡ്, ഐ ആം സെൽഫ് സഫിഷ്യൻറ്റ്, ഐ ആം ഓട്ടോണമസ്, ഐ ആം സെൽഫ് കണ്ടെയ്ൻഡ്. എനിക്ക് മറ്റൊന്നിനോടും ബന്ധം പുലർത്തിയിട്ട് ആവശ്യമില്ല. എനിക്ക് ഞാൻ മതിയായവനാണ്. എൻ്റെ ജീവിതം എന്നിൽ തന്നെ പൂർണ്ണമാണ്. എനിക്ക് അതീതമായ എന്തിനെയോ ആശ്രയിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല എന്നുള്ള ഒരു മനോഭാവം. അപ്പോൾ രണ്ട് തുലവും വ്യത്യസ്തമായ ഫലങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ആ ഒരേ സോഴ്സിൽ നിന്ന്, ഒരേ സ്രോതസ്സിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് അതിമനോഹരമായ ഒരു തിരിച്ചറിവ് യേശു നമുക്ക് നൽകുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മർമ്മങ്ങൾ ഉണ്ട് എന്ന് യേശു സൂചിപ്പിക്കുന്നു. ഒന്ന്, ജീവൻ്റെ മർമ്മം. ജീവൻ്റെ മർമ്മം എന്താണ്? കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുകയും കൊമ്പുകളും മുന്തിരിവള്ളിയും പരസ്പരമായ ആന്തരിക ജൈവ കൂട്ടായ്മയിൽ കൂടെ ഫലഭൂഷ്ടി എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്ന ആ ഒരു തത്വം, അതാണ് ജീവൻ്റെ മർമ്മം. മരണത്തിൻ്റെ മർമ്മം എന്താണ്? കൊമ്പ് പുറപ്പെടുവിച്ച ഈ മുന്തിരിവള്ളി പുറപ്പെടുവിച്ച കൊമ്പുകൾ മുന്തിരിവള്ളിയെ മറന്നിട്ട് അവ ഓരോന്നും അവയിൽ തന്നെ പൂർണ്ണമാണെന്നും അവയ്ക്ക് മുന്തിരിവള്ളിയുമായുള്ള ബന്ധം ആവശ്യമില്ല എന്നും അങ്ങനെ ഒരു ബന്ധം പോലും ഇല്ല എന്നും മുന്തിരിവള്ളി ഒരു മിഥ്യയാണെന്നും അത് വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണെന്നും അത് അധികപ്പറ്റാണെന്നും ഉള്ള ഈ ഒരു തെറ്റിദ്ധാരണ, ഇതാണ് മരണത്തിൻ്റെ മർമ്മം. ഇപ്പം ജീവൻ്റെ മർമ്മം, മരണത്തിൻ്റെ മർമ്മം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം ആദാവിനോട് പറയുന്നുണ്ട്, നീ ഈ അരുതാത്ത കനി അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നീ മരിക്കും. മരിക്കുമെന്ന് പറയുമ്പോൾ ശാരീരിക മരണമല്ല, മരണത്തിൻ്റെ മർമ്മത്തിന് നീ അടിമയാകും. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെത്ത് വിൽ റൂൾ ഓവർ യു. അതാണ് അവിടുത്തെ അർത്ഥം. അപ്പോൾ എന്താണ് ഈ മരണത്തിൻ്റെ മർമ്മം? ദൈവം എന്ന സ്രോതസ്സിൽ നിന്നാണ് വൈവിധ്യവും വൈരുദ്ധ്യവുമുള്ള അനേക ജീവൻ്റെ പ്രതിഭാസങ്ങൾ, ജീവൻ്റെ പ്രകടനങ്ങൾ, ജീവജാലങ്ങൾ മനുഷ്യരുൾപ്പെടെ ഉണ്ടാകുന്നത്. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധവും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും ദൈവം നൽകിയതുകൊണ്ട് തന്നെപ്പറ്റി ബോധമുണ്ടാകുകയും താൻ തന്നിൽ തന്നെ മതിയായവനാണെന്നും എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ലെന്നും ഉള്ള ധാരണയിൽ സ്വന്തം ജീവിതത്തെ കാണുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ ജീവിക്കുമ്പോൾ തന്നെ മരണത്തിൻ്റെ മർമ്മത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ അവസ്ഥകൾ. അപ്പോൾ കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോൾ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൊമ്പുകൾ വള്ളിയിൽ വസിക്കുമ്പോൾ അവയ്ക്ക് മുന്തിരി വള്ളിയോടുള്ള ബന്ധത്തിൽ ബാഹ്യമായ നിയമങ്ങളുടെയും ആചാരങ്ങളുടെയും അതിൽ കാർമ്മികത്വം വഹിക്കുന്ന ഘടകങ്ങളുടെയും അല്ലെങ്കിൽ വ്യക്തികളുടെയും അല്ലെങ്കിൽ ക്രമീകരണങ്ങളുടെയും ആവശ്യമില്ല. കാരണം കൊമ്പിൽ വസിക്കുന്ന മുന്തിരിവള്ളികൾ ആ
അവയും കൊമ്പും ഒന്നാണ്. അങ്ങനെ കൊമ്പും മുന്തിരിവള്ളിയും ഒന്നായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ അവയ്ക്ക് ബാഹ്യമായ ഘടകങ്ങൾ അവയുടെ ഉള്ളിൽ പ്രവേശിച്ച് എന്തെങ്കിലും ക്രിയ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രവുമല്ല, അങ്ങനെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായാൽ കൊമ്പും മുന്തിരിയും വള്ളിയും തമ്മിലുള്ള ബന്ധമാകെപ്പാടെ താറുമാറിലാകും. അത് വലിയ പ്രശ്നമുണ്ടാക്കും. അത് ഫലപുഷ്ടിയെ പരിപൂർണമായി നശിപ്പിച്ച് കളയും. അതുകൊണ്ട് യേശുവും വിശ്വാസികളും അല്ലെങ്കിൽ ദൈവവും വിശ്വാസികളും യേശുവിൽ കൂടെ ബന്ധപ്പെടുന്ന ഒന്നായിത്തീരുന്ന ഈ അവസ്ഥയിൽ അതിന് ബാഹ്യമായ നിയമങ്ങളും ആചാരങ്ങളും അത് നടത്താനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിയമിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളും ക്രമീകരണങ്ങളും ഇതിന് പ്രയോജനമുള്ളതല്ല, ഇതിനോട് ബന്ധമുള്ളതല്ല, ഇതിനാവശ്യമുള്ളതല്ല. പിന്നെയോ അതൊരു അധികപ്പറ്റാണ്. അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഈ കൊമ്പും മുന്തിരിവള്ളിയും ഒന്നായിത്തീരുന്ന ജൈവികമായ ആ ഒന്നിപ്പിൻ്റെ അവസ്ഥ, അതായത് ഒന്ന് മറ്റതിൽ നിന്ന് മുറിച്ചു മാറ്റുവാൻ വയ്യ എന്ന തിരിച്ചറിവിലിരിക്കുമ്പോൾ ആ തിരിച്ചറിവിൽ കൂടെ മുന്തിരിവള്ളിയും കൊമ്പുകളും, പ്രത്യേകിച്ച് കൊമ്പുകൾ അനുഭവിക്കുന്ന അഖണ്ഡത, ആത്മീകമായ അഖണ്ഡത, അത് വളരെ വിലയേറിയതെന്നും അതിനൊരു വിധത്തിലും കോട്ടം വരുവാൻ ഒരു ഒരു സാഹചര്യത്തിലും അനുവദിക്കരുത് എന്നുള്ള വ്യക്തമായ ധാരണയുണ്ടാകും. എന്നാൽ ഈ കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഈ കൊമ്പുകൾ മുന്തിരി വള്ളിയുമായുള്ള ബന്ധം ഉള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല. ഞങ്ങളുടെ തന്നെ സ്രോതസ്സാണ്, ഞങ്ങളെ തന്നെ സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് മറ്റൊരു സ്രോതസ്സിനോട് ബന്ധപ്പെട്ട് നിൽക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് പോരുന്നവരാണ് എന്നുള്ള ഈ ധാരണയിൽ വസിക്കുമ്പോൾ ആ അവസ്ഥയുടെ പേരാണ് മുന്തിരിവള്ളിയിൽ നിന്ന് അകൽച്ച പ്രാപിച്ച കൊമ്പുകൾ, ഏലിയനേഷൻ, അന്യാധീനപ്പെട്ടു പോയ, അന്യവൽക്കരിക്കപ്പെട്ട, അത് സ്വയം അപ്രകാരമുള്ള അവസ്ഥ തിരഞ്ഞെടുക്കുന്ന കൊമ്പുകൾ, വ്യക്തികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ ഓർക്കുന്നത്, അറിയുന്നത് അവരിൽ നിന്ന് വിദൂരമായി സ്ഥിതി ചെയ്യുന്ന ഏതോ കാൽപ്പനികമായ സങ്കല്പമായിട്ടാണ്. വ്യക്തികളുടെ ജീവിതം അപൂർണമാകയാൽ, അപര്യാപ്തമാകയാൽ അടിക്കടി ജീവിതത്തിൻ്റെ പ്രത്യേകമായ അവസരങ്ങളിൽ അവർക്ക് അതീതമായതിനെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അങ്ങ് ദൂരെയുള്ള കൊമ്പിലേക്ക് ബന്ധം പാലിച്ചാൽ, സ്ഥാപിക്കാൻ സാധിച്ചാൽ നല്ലതാണ് എന്ന ഒരു തോന്നലുദിക്കുന്നു. ഓരോ കൊമ്പുകളും അങ്ങ് ദൂരെയുള്ള മുന്തിരിവള്ളി അതുമായി ബന്ധം പുലർത്തുന്നത് ഈ പ്രത്യേകമായ ഒരു ക്രൈസിസ് ഘട്ടത്തിൽ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അങ്ങനെ ഒരു നന്മ, ഒരനുഗ്രഹം, പ്രത്യേകമായൊരു ബലം, ഒരു റീസോഴ്സ് പ്രാപിക്കുന്നത് അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെടുകയും അതിനുതകുന്ന വിധത്തിലുള്ള സാമഗ്രികൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതാണ് മതം. അത് സ്ഥാപിതമായ മതം, അത്രമാത്രം സ്ഥാപിതമല്ലാത്ത മത അവസ്ഥകൾ, ഈ ആൾദൈവങ്ങളുടെ അടുത്ത് പോകുന്നതൊക്കെ സംഘടിത മതത്തിന് അതീതമാണ്, അതിൽ വ്യത്യസ്തമാണ്.
എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള പലവിധമായ തന്ത്രങ്ങളിൽ കൂടെ തങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും സാധിച്ച് പുത്തൂരത്തിൽ അങ്ങ് കഴിഞ്ഞു പോവുക എന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത് അകൽച്ചയുടെ കാഴ്ചപ്പാടാണ്. ആ അകൽച്ചയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ തങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹം അല്ലെങ്കിൽ ഔദാര്യം പ്രാപിക്കേണ്ടതിന് ചില സംവിധാനങ്ങളെയും വ്യക്തികളെയും ചില ഒഫീഷ്യൽ അറേഞ്ച്മെൻറ്റ്സിനെയും ആശ്രയിക്കണം എന്ന ഒരു തോന്നൽ, അതില്ല എങ്കിൽ വലിയ നഷ്ടമാണ്, നിസ്സഹായതയാണ് എന്ന ഒരു ഭീതി, ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ അകൽച്ചയിൽ നിന്നാണ്. അങ്ങനെ യേശു നമുക്ക് നൽകുന്ന ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മതപരമായ വിശ്വാസ അവസ്ഥ വാസ്തവത്തിൽ അവിശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നാം വിശ്വാസത്തിൻ്റെ അംശങ്ങൾ എന്ന് കരുതി വിലമതിക്കുന്നത് പലതും നമ്മുടെ വിശ്വാസരാഹിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്കതീതമായ മനുഷ്യനിർമ്മിതമായ ഒരു മതസംവിധാനമില്ല എങ്കിൽ നമുക്ക് ദൈവവുമായി ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല എന്ന് കുറച്ചുകൂടെ വെളിപ്പെടുത്തി പറഞ്ഞാൽ എൻ്റെ സഭയിൽ കൂടെ അല്ലാതെ എനിക്ക് ദൈവത്തെ അറിയുവാനോ ദൈവത്തോട് ബന്ധം പുലർത്തുവാനോ സാധ്യമല്ല. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പീരുകളിൽ ഒന്നാണ് സഭയിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. There is faith only, there is salvation only through the church. അങ്ങനെയുള്ള ഒരു ധാരണ മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകൽച്ചയിൽ നിന്ന് മാത്രം ഉദിക്കുന്നതാണ് എന്ന് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നില്ല. യേശുവിൻ്റെ ഈ പ്രസ്താവന, ഈ വാക്കുകൾ അതിൻ്റെ ആത്മാവിലും അർത്ഥത്തിലും നാം മനസ്സിലാക്കുമ്പോൾ ഈ സങ്കല്പം തികച്ചും അസ്ഥാനത്താണ്, അപകടമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. കൊമ്പുകൾ മുന്തിരി വള്ളിയിൽ വസിക്കുമ്പോൾ അവ തമ്മിലുള്ള ബന്ധത്തെ സഹായിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിനോ മൂന്നാമതൊരു ഘടകത്തിൻ്റെ ആവശ്യമില്ല. ജൈവികമായ ബന്ധത്തിൽ അതിന് ബാഹ്യമായ ഒരു ഘടകത്തിൻ്റെയും ആവശ്യമില്ല. ആ അവസ്ഥ അതിൽ തന്നെ പൂർണ്ണമാണ്. അത് ഫലഭൂഷ്ടിക്ക് വഴിയൊരുക്കുന്നതാണ്. മറ്റെന്തെങ്കിലും അതിൽ കൈകടത്തിയാൽ അതിൻ്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെട്ടു പോകുന്നതുമാണ്. ഇത് യേശു നമുക്ക് നൽകിയ ആ പ്രതീകങ്ങളെ ആസ്പദമാക്കി മാത്രമാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ ജൈവബന്ധം, ദൈവവും നാമുമായുള്ള ജൈവബന്ധം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കൊമ്പിൽ നിന്ന് മുന്തിരി വള്ളികൾ ആത്മീയമായും മാനസികമായും തങ്ങളെ തന്നെ വേർപെടുത്തി തങ്ങൾ ഓട്ടോണമസാണ്, സെൽഫ് സഫിഷ്യൻ്റാണ്, ഞങ്ങൾക്ക് ഈ കൊമ്പിൽ വസിക്കേണ്ട മുന്തിരിവള്ളിയിൽ വസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന ഈ ഒരു മിഥ്യാബോധത്തിലായി കഴിയുമ്പോൾ, അങ്ങനെ വസിക്കുമ്പോൾ, അത് നാവുകൊണ്ട് ഏറ്റുപറഞ്ഞില്ല എങ്കിലും ആ സങ്കല്പത്തിലാണ് ഭൂരിപക്ഷ വിശ്വാസികളും സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് അല്പം സത്യസന്ധതയുണ്ടെങ്കിൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നാമും ദൈവവുമായുള്ള ബന്ധം വല്ല വിധേനയും നിലനിർത്തുവാൻ നാം അല്ലാത്ത മറ്റ് ഘടകങ്ങൾ അനിവാര്യമാണ് എന്ന ഒരു മിഥ്യയിലേക്ക് നാം കടന്നു ചെല്ലുന്നു. അങ്ങനെയാണ് മനുഷ്യൻ സംഘടിതമായ മതമുണ്ടാക്കുന്നത്. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ നോക്കിയാൽ അപ്രകാരമുള്ള ഒരു സംവിധാനത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്നതാണ് എല്ലാ പഠിപ്പീരുകളിലും നാം കാണുന്നത്. മനുഷ്യനിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് അവൻ ദൈവത്തോട് നിരപ്പാക്കപ്പെടുന്നതിനും ദൈവത്തോട് ജൈവബന്ധം സ്ഥാപിക്കുവാൻ അവനെ സഹായിക്കുവാനും പര്യാപ്തമാണ്. അങ്ങനെ ക്രിസ്തു നമ്മളിലും നാം ക്രിസ്തുവിലും വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ദൈവത്തിൽ വസിക്കുകയും ദൈവം നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നാം പൂർണ്ണത പ്രാപിക്കുന്നു. ആ പൂർണ്ണതയിൽ മറ്റൊരു ഘടകത്തിന്
എന്തെങ്കിലും സംഭാവന ചെയ്യുവാൻ സാധ്യമല്ല. മറ്റെന്തെങ്കിലും ഇതിനകത്ത് നുഴഞ്ഞു കയറുവാൻ നാം അനുവദിച്ചാൽ അത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ, ഒരു ഗുണവും ചെയ്യുകയില്ല എന്ന ജൈവികമായ യുക്തിയാണ് ഈ ഒരു ഭാഗത്ത് യേശു നൽകുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഉപമയിൽ കൂടെ അതല്ലെങ്കിൽ പ്രതീകങ്ങളിൽ കൂടെ യേശു സംസാരിക്കുന്നത്. എന്നാൽ നാം നൂറ്റാണ്ടുകളായി പരിശീലിപ്പിക്കപ്പെട്ട ആ ഒരു പ്രക്രിയ അനുസരിച്ച് യേശു പറഞ്ഞത് ഒരു വിധത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. അതായത് നാമും ദൈവവുമായുള്ള ബന്ധം മുന്തിരി വള്ളിയിൽ കൊമ്പുകൾ വസിക്കുന്നത് പോലെയാണ് എന്ന ആശയം നമുക്കൊരിക്കലും സ്വീകരിപ്പാൻ സാധ്യമല്ലാത്ത വിധത്തിലാണ് വിവിധ സഭകളിൽ കൂടെ നാം പ്രാപിച്ചിട്ടുള്ള മതപരമായ പരിശീലനങ്ങൾ, അതിൽ കൂടെ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ, എനിക്ക് പറ്റിയ അമളി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഇതുവരെ സൂചിപ്പിക്കുവാൻ തത്രപ്പെട്ട ആശയം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ പതിക്കുകയില്ല. ഈ ആശയം അവതരിപ്പിക്കാൻ തന്നെ ഞാൻ നന്നേ കുഴഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് നന്നേ ബോധ്യമുണ്ട്. അത് ഞാൻ വേണ്ടതുപോലെ വിജയിച്ചിട്ടില്ല, വേണ്ടതുപോലെ സുതാര്യത പാലിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാകാതിരിക്കത്തക്കവണ്ണം നമ്മുടെ മനസ്സിനെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ, ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ, യേശുവിൻ്റെ വാക്കുകളുടെ തനതായ അർത്ഥം സ്വാംശീകരിക്കുവാനുള്ള നമ്മുടെ കഴിവ് വളരെ പരിമിതമാണ്. തന്നെയുമല്ല, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഒരു 100 തവണ പല വിധത്തിൽ തിരിച്ചും മറിച്ചും ഇൻറ്റർപ്രറ്റ് ചെയ്ത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് അത് ഓരോരോ ആവശ്യങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടി വളച്ചൊടിച്ച് വികൃതമാക്കപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഒരു 100 തവണ പതിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരാശയം യേശു യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ത് എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് വാസ്തവത്തിൽ ഭയമാണ്. പണ്ട് എവിടെയോ വായിച്ചൊരു പുസ്തകത്തിൽ ക്രിസ്ത്യാനികളുടെ അവസ്ഥയെപ്പറ്റി പറയുന്നത് ദ ടബു എഗെയിൻസ്റ്റ് നോയിങ്, അവർക്കറിയാൻ ഭയമാണ് എന്നാണ്. ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്താണ്? സത്യമറിയാൻ ഭയക്കുന്നവനാണ് വിശ്വാസി. അതൊരു പരിതാപകരമായ അവസ്ഥയാണ്. ഈ ഭാഗം വളരെ സ്ഫടികം പോലെ സ്പഷ്ടമാണ്. ദൈവവും നാമും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നുള്ള സുപ്രധാനമായ പഠിപ്പീരാണ് ഇവിടെയുള്ളത്. ഞാൻ നമ്മുടെ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കട്ടെ. യേശുവും യഹൂദന്മാരും തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വ്യത്യാസം, ഞാൻ യഹൂദന്മാരെന്ന് പറയുമ്പോൾ യഹൂദ മത സംരക്ഷകർ, പരീശന്മാരും ശാസ്ത്രിമാരും പിന്നെ സുനഹദോസും മഹാപുരോഹിതനും, ആ ഒരു സംഘം മതത്തിൻ്റെ തലതൊട്ടപ്പന്മാർ, അവർ തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം വ്യക്തികളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുന്നത് സംബന്ധിച്ചാണ്. യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണ്? വിശ്വാസിയിൽ നിന്ന് അങ്ങ് ദൂരെ സ്ഥിതി ചെയ്യുന്ന, അവരുടെ അത്യാവശ്യത്തിന് അവരെ തുണയ്ക്കുന്ന ഒരു യുദ്ധവീരനാണ്, ദ ഗ്രേറ്റ് വാറിയർ. യഹൂദൻ്റെ യുദ്ധം അവന് വേണ്ടി പയറ്റുകയും അവന് വിജയം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശക്തിയാണ് ദൈവം. പിന്നെ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മുറിഞ്ഞുപോയി, അകന്നുപോയി, അതുകൊണ്ടങ്ങ് ദൂരെയിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് ഒരു പുരോഹിതവർഗത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം അവർക്ക് മാത്രമേ ഈ സ്പെഷ്യൽ ട്രിക്സ് അറിയത്തുള്ളൂ. സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാനോ അത് നിർവഹിക്കാനോ കഴിവില്ലാത്തതുകൊണ്ട് അതിനുള്ള എക്സ്പേർട്സ് ആയിട്ട് പുരോഹിതന്മാർ വേണം. അവരെ ആശ്രയിച്ച് നിൽക്കണം. അവർ പറയുന്ന പോലെ തന്നെ ചെയ്യണം. അവർ പറയുന്ന പോലെ ചെയ്താൽ മാത്രമേ ദൈവവുമായുള്ള ബന്ധം നമുക്ക് നിലനിർത്താൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാനോ നിലനിർത്തുവാനോ സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെ അകൽച്ചയുടെ മതബോധം, ഇതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു
ദൈവത്തെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായി അവതരിപ്പിക്കുകയും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം ഈ ഭാഗത്ത്, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ അടുപ്പത്തിൻ്റെ ജൈവ ഇൻറ്റിമസിയുള്ള, ജൈവ ഊഷ്മളതയുള്ള ദൈവവും വ്യക്തികളുമായുള്ള ഡയറക്റ്റായിട്ടുള്ള ബന്ധമാണ്. ഇതിന് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന ഒരു പഠിപ്പീര് വളരെ വളരെ വിപ്ലവാത്മകമായ ഒരു വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ നാം വാസ്തവത്തിൽ മതപരമായി നോക്കുമ്പോൾ നമ്മൾ യഹൂദന്മാരാണ്. യേശുവിൻ്റെ ഇപ്രകാരമുള്ള ദർശനത്തെ ഉൾക്കൊള്ളുവാൻ നമുക്കൊരു കാലത്തും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മടിയാണ്. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഇത് യേശുവിൻ്റെ വാക്കുകളിലെ സത്യമാകയാൽ ഏവരും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ചിന്ത നിങ്ങളുമായി പങ്കിടുന്നത്. നിങ്ങൾ ഈ ഭാഗം വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിനേക്കാൾ മഹനീയമായി തിരിച്ചറിയുവാനും കൂടുതൽ സ്പഷ്ടത പ്രാപിപ്പാനും അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പുനഃസംഘടിപ്പിക്കുവാനും ശ്രമിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.